സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് പൂട്ടിട്ട UDF സർക്കാർ എന്നാണ് ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വാർത്തയുടെ തലക്കെട്ട്. LDF സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ അധികാരത്തിലേറി 2 ആഴ്ചയ്ക്കകം അട്ടിമറിച്ചെന്നാണ് വാർത്തയിൽ പറയുന്നത്. മാസം തോറും 25-ാം തീയതി ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരുന്ന പണം ഈ മാസം കിട്ടിയില്ലെന്നും ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടും ട്രഷറിയിൽ നിന്ന് പണം അനുവദിച്ചില്ലെന്നുമാണ് ദേശാഭിമാനിയുടെ ആക്ഷേപം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം എല്ലാ മാസവും 25-ാം തീയതി കൃത്യമായി വിതരണം ചെയ്തിരുന്ന, അതും വർഷങ്ങളായി മുടക്കമില്ലാതെ തുടർന്നു പോകുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന രീതിയിലാണ് ഈ വാർത്തയുടെ അവതരണം എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്തെന്നാൽ പഞ്ചായത്ത് ഇലക്ഷൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിക്കുകയും നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് കേവലം 2 മാസം, അതായത് ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം ഈ തുക വിതരണം ചെയ്യുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ ഒരു വോട്ട് ബാങ്ക് തട്ടിക്കൂട്ട് പദ്ധതിയായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ. ഫെബ്രുവരിയിലും മാർച്ചിലും വിതരണം ചെയ്ത ഈ തുക ഏപ്രിൽ മാസം വിതരണം ചെയ്തിരുന്നില്ല. ഓർക്കണം, ഏപ്രിൽ മാസവും LDF സർക്കാരിന്റെ തന്നെ കാലാവധി ആയിരുന്നു എന്നത് തന്നെയാണ് ഇതിലെ വൈരുദ്ധ്യം. മെയ് 18-നാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. എന്നിട്ട് പുതിയ സർക്കാർ വന്ന് 2 ആഴ്ച തികയും മുമ്പേ തന്നെ അവർ ആ പദ്ധതി അട്ടിമറിച്ചു എന്ന് ദേശാഭിമാനി ഇത്തരത്തിൽ വലിയ കോളത്തിൽ വാർത്ത കൊടുക്കുന്നത് തികച്ചും ഹാസ്യജനകമാണ്. ചുരുക്കത്തിൽ LDF അധികാരത്തിലിരുന്നപ്പോൾ തുടങ്ങുകയും പിന്നീട് നിർത്തുകയും ചെയ്ത ഒരു പദ്ധതിയുടെ പഴി അത് ഭരണം മാറിയപ്പോൾ മറ്റുള്ളവരുടെ തലയിൽ ചാരാനുള്ള ഒരു ശ്രമം മാത്രമാണിത്. ഇനി തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയ സർക്കാർ അവർ ഈ വിതരണം പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ ജൂൺ മാസം മുതൽ തന്നെ ഈ പദ്ധതി പ്രകാരം തുക വിതരണം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വനിതകൾക്ക് ആശ്രയമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കും അർഹരായ മറ്റ് ഗുണഭോക്താക്കൾക്കും മാസാന്ത ധനസഹായമായി ലഭിക്കുന്ന ഈ പെൻഷൻ നിരവധി കുടുംബങ്ങളുടെ ജീവിത ചെലവുകൾക്ക് വലിയ പിന്തുണയാണ്. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിലായി പെൻഷൻ വിതരണം വൈകുന്നതും കുടിശ്ശിക വർദ്ധിക്കുന്നതും കാരണം നിരവധി ഗുണഭോക്താക്കൾക്കിടയിൽ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. പെൻഷൻ വിതരണം വൈകുന്നതിന് പ്രധാന കാരണമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്ര സംസ്ഥാന ധനകാര്യ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിരവധി ക്ഷേമ പദ്ധതികൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതിൽ സർക്കാർ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണത്തിലും കാലതാമസം അനുഭവപ്പെടുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്നു. പല ഗുണഭോക്താക്കളും 5 മാസത്തിലധികം കുടിശ്ശിക ലഭിക്കാനുണ്ടെന്ന് പരാതിപ്പെടുന്നുണ്ട്. മാസാവസാന ചിലവുകൾ, മരുന്ന് വാങ്ങൽ, ഭക്ഷ്യസാധനം വാങ്ങൽ, വീടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഈ പെൻഷനെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്ത വനിതകൾക്ക് പെൻഷൻ വൈകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ഗുണഭോക്തൃ പട്ടികയിൽ അർഹർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനകളും വിവിധ ഘട്ടങ്ങളിൽ സർക്കാർ നടത്തുന്നുണ്ട്. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതി അവസാനിപ്പിച്ചു എന്ന തരത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നിലവിൽ വന്നിട്ടില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ ബന്ധിപ്പിക്കൽ, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള വിവര പരിശോധന, തദ്ദേശ സ്ഥാപനങ്ങളിലെ രേഖകൾ എന്നിവ കൃത്യമായി പുതുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ചിലപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളോ രേഖകളിലെ പൊരുത്തക്കേടുകളോ കാരണം വ്യക്തിഗത അക്കൗണ്ടിൽ തുക എത്തുന്നതിൽ തടസ്സമുണ്ടാവാം. സർക്കാർ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുന്നതിനനുസരിച്ച് കുടിശ്ശിക തുക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഗുണഭോക്താക്കൾ പങ്കുവയ്ക്കുന്നത്. നിരവധി സാമൂഹിക ഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്തുണ്ട്. ഈ വിഷയത്തിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്ന് എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഔദ്യോഗിക സ്ഥിരീകരണമില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമാക്കി ആശങ്കപ്പെടേണ്ടതില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായി നിർത്തലാക്കിയതായി സർക്കാർ അറിയിച്ചിട്ടില്ല. വിതരണം വൈകുന്നതും കുടിശ്ശിക നിലനിൽക്കുന്നതുമാണ് നിലവിൽ പ്രധാനമായും ഉയരുന്ന പ്രശ്നം. അതിനാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ സർക്കാർ വകുപ്പുകളുടെ ഔദ്യോഗിക അറിയിപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ അറിയിപ്പുകളും വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകളും പിന്തുടരുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ വരുന്ന ദിവസങ്ങളിലുണ്ടാകുന്ന ഓരോ ഔദ്യോഗിക പ്രഖ്യാപനവും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇപ്പോൾ പല ഗുണഭോക്താക്കളും ചോദിക്കുന്ന പ്രധാന ചോദ്യം കുടിശ്ശിക ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുമോ എന്നതാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും വിതരണം വൈകിയ ഗഡുക്കൾ പിന്നീട് അനുവദിക്കുമെന്ന പ്രതീക്ഷയാണ് പലർക്കുമുള്ളത്. ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വിതരണം ഉടൻ പൂർത്തിയാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഗഡു വിതരണം, പുതിയ അംഗീകാരങ്ങൾ, അപേക്ഷാ നടപടികൾ എന്നിവ സംബന്ധിച്ച് കൂടുതൽ അറിയിപ്പുകൾ പ്രതീക്ഷിക്കപ്പെടുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതി ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് വനിതകൾക്ക് ഈ വിവരങ്ങൾ നിർണായകമാണ്.
വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, അവർക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.